ഹലോ മക്കളെ, എല്ലാവർക്കും റായത്തന്നല്ലേ? ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മളെ കാസർഗോട്ടുകാരുടെ പ്രധാന ഐറ്റമായിട്ടുള്ള മുത്താറി മണ്ണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കാസർഗോട്ടുകാർക്ക് നോമ്പ് തുറക്കാൻ മെയിനായിട്ട് വേണ്ട ഒന്നാണ് ഈ മുത്താറി മണ്ണി. അപ്പോൾ ഇതിനും വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മുത്താറി എടുത്തിട്ട് നല്ലോണം കൈയിട്ട് പിന്നെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ച്. ഞാനിപ്പോൾ ഇത് രാവിലെയാണ് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇനി വൈകുന്നേരം ആകുമ്പോൾ ഇതിനെ അരച്ചിട്ട് നമുക്ക് പാലെടുക്കണം. നല്ല പാങ്ങിൽ പോന്നിട്ട് വന്നെങ്കിൽ നല്ലോണം നമുക്ക് അരിഞ്ഞിട്ട് കിട്ടും. ഇനി അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് തേങ്ങ ചിരവിതും കൂടി എടുത്തിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 ഏലക്കം കൂടി ഇട്ടിട്ട് ഞാൻ നല്ലോണം അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചിട്ട് പാലെടുക്കണം. ഇത് കുറച്ച് വലിയ കണ്ണുള്ള അരിപ്പയാണ്. അപ്പോൾ ആദ്യം ഇതിൽ തന്നെ അരച്ചിട്ട് എടുക്കുക. ഇപ്പോൾ നല്ലോണം അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വേസ്റ്റ് എന്താക്കണം, വീണ്ടും നമ്മൾ ഒരുക്കും കൂടി അരക്കണം. അപ്പോൾ രണ്ടാമതും കൂടി അരക്കുമ്പോൾ ഇന്ന് വീണ്ടും നമുക്ക് പാൽ കിട്ടും. അപ്പോൾ അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് മുത്താറിയും ഒരു ഗ്ലാസ് തേങ്ങാവും. ഇനി നമുക്ക് എന്താക്കാം, ഈ പാല് ചെറിയ കണ്ണുള്ള അരിപ്പിൽ അരിച്ചിട്ടെടുക്കണം. വലിയ കണ്ണുള്ള അരിപ്പിലല്ലേ മുന്നേ അരിച്ചത്. അപ്പോൾ അതിൽ കുറേ വേസ്റ്റ് ചണ്ടിയെല്ലാം പോയിട്ടുണ്ടാവും. ഇനി കുഞ്ഞ് അരിപ്പയിൽ അരിച്ചെങ്കിൽ അപ്പോൾ കച്ചരൊന്നും പോവാണ്ട് ഇതിൻ്റെ പാല് മാത്രം നമുക്ക് കിട്ടും. ഇതിൻ്റെ വേസ്റ്റ് വീണെങ്കിൽ കഴിക്കുന്ന സമയത്ത് നമുക്ക് വായിക്കല്ല ഇങ്ങനെ കുത്തിയിട്ട് കഴിക്കാൻ പാങ്ങുണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നോക്കി എത്ര വേസ്റ്റ് കിട്ടീനെന്ന്. ഇനി ഞാൻ ഇപ്പോൾ 3ാമതൊരുക്കും കൂടി അരിച്ചിട്ടെടുത്ത്. അപ്പോൾ അതിൽ കുറച്ച് കിട്ടീനി ചണ്ടിയല്ല. ഇനി നമുക്ക് വേണ്ടത് വെല്ലം. അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെല്ലം നമുക്ക് വേണം. വെല്ലത്തിൻ്റെ പൊടിയാകുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ അളന്നെടുക്കാൻ പറ്റും. ഇത് കട്ട വെല്ലം അതുകൊണ്ട് ഞാൻ കത്തി എടുത്തിട്ട് നല്ലോണം ചൊരണ്ടിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നേരെയുള്ള അളവ് കിട്ടും. അപ്പോൾ ചെറിയ 2 അച്ച് വെല്ലമാണ് എനിക്കിവിടെ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പം ഞാനെടുത്ത ഗ്ലാസിൻ്റെ അളവാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഒരു ഗ്ലാസ് നിറച്ചുമായി. നിങ്ങൾ കട്ട വെല്ലമാണ് എടുക്കുന്നതെങ്കിൽ അച്ച് വെല്ലം കിട്ടുമല്ലോ. ഈ അളവിൻ്റെ 2 അച്ച് വെല്ലം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെല്ലം ചോറിൻ്റെത് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കണം. പാലിലേക്ക് വെല്ലം ഇട്ട് കൊടുത്തിട്ടായിട്ട് അടുപ്പിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിന്. ഇനിയിപ്പോൾ ഞാൻ വലിയ കപ്പ് കാണിച്ചില്ലേ, അങ്ങനത്തെ കപ്പെങ്കിൽ എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന്. 1/2 ടീസ്പൂൺ തന്നെ വേണ്ട, കുറച്ച് കുറവ് മതി. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ മീഡിയം തീയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് മക്കളെ. തീ ഫുള്ള് കൂട്ടിയാറുണ്ട. ഇത് പെട്ടെന്ന് വെള്ളം വെളിഞ്ഞിട്ട് കട്ടയാവും. അപ്പോൾ നല്ലോണം വെന്തിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം തീയിൽ വെച്ചിട്ട് സമാധാനത്തിൽ ഇളക്കിയിട്ട് തിളപ്പിച്ചിട്ട് കുറുക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഇത് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. കൈ എടുക്കാൻ പാടില്ല, പെട്ടെന്ന് കട്ട കെട്ടിയിറും. ഇപ്പം നല്ലോണം കട്ടയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരിക്കും ഇത് എങ്ങനെയപ്പാ ഇങ്ങനെ ബന്ധിട്ട് കിട്ടുമെന്ന്. ആദ്യം നല്ലോണം കട്ടയാവും, പിന്നെ ഇളക്കും പോലെ അത് ലൂസായിട്ട് വരും. ഇപ്പോൾ കണ്ടില്ലേ കട്ടിയായിട്ട്. ഇനി കുറച്ച് കഴിയും പോലെ അത് ലൂസായിട്ട് വരും. അങ്ങനെയാണ് ഇതിൻ്റെ പരുവം. ഇത് പാലാക്കിയിട്ടും ചില ആൾ കുടിക്കലുണ്ട്, കുറച്ച് ലൂസാക്കിയിട്ട്. അപ്പോൾ അതിനേക്കാളും പാങ്ങി ഇങ്ങനെ മണ്ണിയാക്കിയിട്ട് തന്നെ തിന്നാനാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്തിടുക, കാഷ്യൂനട്ട് ഇടുക, എന്ത് വേണമെങ്കിൽ ഇടുക, മുന്തിരിങ്ങ അങ്ങനെയെല്ലാം വേണമെങ്കിൽ ഇടുക. ഇപ്പം മീഡിയം തീയിൽ ഇളക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റായി. 10 മിനിറ്റ് ആകുമ്പോൾ ഏകദേശം നല്ലോണം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് നല്ലൊരു അലുവാൻ്റെ ഒരു പലുവാക്കിയിട്ട് എടുക്കണം. പണ്ട് കാലങ്ങളിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതും കസകസിൻ്റെ സർവത്ത് അല്ലെങ്കിൽ ചെറുപ്പുളിൻ്റെ സർവത്ത് അത്ര തന്നെ എല്ലാവരും ആക്കൽ. ഇപ്പോഴാണ് കുറേ ജാതി ഐറ്റം ആക്കുന്നത്. ഇത് ബാറ്റൊക്കെ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ ആൾക്കാർക്ക് നല്ല ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനത്തെ കാര്യം മാത്രമേ തിന്നലുള്ളൂ. പിന്നെ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഞാൻ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത്. എന്നിട്ട് വീണ്ടും നല്ലോണം ഇളക്കണം. ഈ നെയ്യെല്ലാം ഇതിൽ നല്ലോണം കുടിക്കണം. നെയ്യെല്ലാം ചേർക്കുമ്പോൾ നമ്മളെ ബാറ്റൊക്കെ നല്ല തണുപ്പല്ലേ. പിന്നെ കൈയെടുക്കാണ്ട് ഇളക്കണം. വേറെ എന്തെങ്കിലും പണിയൊന്നുമില്ല മക്കളെ. ഈ നെയ്യെല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ പാനെല്ലാം വിട്ട് വരാനാന്നൊരു സമയമുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് വേങ്ങാം, അത്രയേ ഉള്ളൂ. മുന്നിലിത് കുഞ്ഞു പാത്രത്തിൽ ഒഴിച്ച് വെക്കും. അപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ടാവും. അതിലേക്ക് സ്പൂൺ ഇട്ടിട്ട് തിന്നാൻ കൊടുക്കലാന്ന്. പിന്നെ ഇത് മുറിച്ചിട്ടിട്ട് നമ്മൾ ജ്യൂസ് എല്ലാം ആക്കലുണ്ട്. അതായത് പാലെല്ലാം ഒഴിച്ചിട്ട് കസകസെല്ലാം ഇട്ടിട്ട് ഇതിനെ
ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ടിടും. അതും ഭയങ്കര ടേസ്റ്റ് തന്നെ. അത് നോമ്പിന് തന്നെ അധികം ആളാക്കുന്നത്. ഇപ്പം നോമ്പിന് മാത്രമല്ല, വിരുന്നെല്ലാം ഉണ്ടെങ്കിൽ അതാക്കുന്നതാ. ഇപ്പം നല്ലോണം ബബിളെല്ലാം വന്നിട്ട് ഇങ്ങനെ കണ്ണെല്ലാം വീണാണ്ട. ഇപ്പം ഏകദേശം ആയിക്കൊണ്ട് വന്ന് പാനിന്ന് കണ്ടില്ലേ നല്ലപോലെ വിട്ടിട്ട് വരുന്നത്. ഈ ഒരു പരുവാണ് ഇനി വേണ്ടത്. ഈ ഒരു പരുവായി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ടേസ്റ്റ് തന്നെ മക്കളെ. ഇത് തിന്നാൻ ഏലക്കാവും വെല്ലെല്ലാം ഇടുന്നതുകൊണ്ട് എന്തോ ഒരു പാങ്ങ്. ഇനി നമുക്ക് തീയെല്ലാം ഓഫാക്കിയിട്ടായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു തുള്ളി നെയ്യ് എടുത്തിട്ട് തടുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് അളിയിട്ട് കിട്ടാനുള്ള നെയ്യ് ഇങ്ങനെ തേച്ചെങ്കിൽ എളുപ്പത്തിൽ വരും. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ടേസ്റ്റുള്ള മുത്താറി മണ്ണി റെഡിയായി മക്കളെ. ഇതിനെ ഒന്ന് ലെവലാക്കിയിട്ട് തണുക്കാൻ വെക്കണം. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഇനിയല്ല പുറത്ത് തന്നെ വെക്കുന്നെങ്കിൽ പുറത്ത് വെക്കാം. എങ്ങനെയായെങ്കിലും കുഴക്കമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ ഒരു സ്പൂണിൻ്റെ ബാക്ക് കൊണ്ടൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇത് ലെവലാക്കേണ്ടതൊന്നും വേണ്ട. നമുക്ക് മറിച്ചിടുന്ന സമയത്ത് അടിഭാഗം നല്ല നൈസായിട്ട് ഉണ്ടാവും. ഇനി കട്ടിയായതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തോ ഒരു ടേസ്റ്റ് തന്നെ മക്കളേതാ. ഇപ്പോൾ ഞാനെല്ലാം അലുവ പോലെ മുറിച്ചിട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മീത്തൊക്കെ വേണമെങ്കിൽ കൊട്ടയം മുന്തിരിങ്ങ നിങ്ങൾക്ക് എല്ലാം വെച്ചു കൊടുക്കാം മക്കളെ. അപ്പോൾ എന്തോ ഒരു പാങ്ങന്നെ, എന്തോ ഒരു ടേസ്റ്റ് തന്നെ. ചില ആളെല്ലാം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് തിന്നും, ചില ആൾ അങ്ങനെ തിന്നും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് തന്നെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ജസാക്കല്ലാഹ് ഖൈർ.